യാഥാർത്ഥ്യമാകാതെ വയനാട് പുൽപ്പള്ളി പെരിക്കല്ലൂർ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ. നിലവിലുണ്ടായിരുന്ന ദീർഘദൂര സർവീസുകൾ കൂടി KSRTC ഒഴിവാക്കിയതോടെ നിരവധി യാത്രക്കാർ ദുരിതത്തിലായി. കുടിയേറ്റ ജനതയുടെ പ്രതീക്ഷയായ പദ്ധതിയിൽ ഇപ്പോൾ KSRTCക്ക് താൽപര്യമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരള കർണാടക അതിർത്തി ഗ്രാമമായ പെരിക്കല്ലൂരിൽ 2015 KSRTC ഡിപ്പോ ആരംഭിക്കാനായി പഞ്ചായത്ത് തീരുമാനിച്ചത്. ഡിപ്പോയ്ക്കായി 1 ഏക്കർ ഭൂമി മുള്ളൻകൊല്ലി സെന്റ് തോമസ് ദേവാലയം പഞ്ചായത്തിന് സൗജന്യമായി നൽകി. $44 ലക്ഷം നൽകി പഞ്ചായത്ത് 1 ഏക്കർ ഭൂമി കൂടി വാങ്ങി ബസ് നിർത്തിയിടുന്നതിനുള്ള യാർഡ് നിർമ്മിച്ചു. എന്നാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും ഉണ്ടായിരുന്ന ദീർഘദൂര സർവീസുകൾ പലതും പിന്നീട് KSRTC നിർത്തലാക്കുകയാണുണ്ടായത്. ഇപ്പോൾ പാലാ ഡിപ്പോയിൽ നിന്നും, അതുപോലെ കോട്ടയം ഡിപ്പോയിൽ നിന്നും, അടൂർ ഡിപ്പോയിൽ നിന്നും, മാനന്തവാടി ഡിപ്പോയിൽ നിന്നും, കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നും, സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്നുമായി 10ഓളം ദീർഘദൂര സർവീസുകൾ ഈ മിനിസ്ട്രി വന്നതിന് ശേഷം മന്ത്രി നിർത്തലാക്കി. ഇത്രയേറെ KSRTC കഴുകി കൊടുക്കുന്ന, ഇത്രയേറെ സ്നേഹിച്ചിട്ടുള്ള 2 ഏക്കർ സ്ഥലം KSRTCയുടെ പ്രവർത്തനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി മാത്രമാണ്. ഈ പ്രദേശത്തെ ആളുകളുടെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ച് മന്ത്രി ഈ പ്രദേശത്തോട് കരുണ കാട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. KSRTCക്ക് ഒരു ഡിപ്പോയോ ബസ് സ്റ്റാൻഡോ ഇല്ലാത്ത പെരിക്കല്ലൂരിൽ മുൻപ് 17 ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരുന്നു. എല്ലാ സർവീസുകളിലും ബസ്സിൽ നിറയെ ആളുകൾ. KSRTC സർവീസുകൾ വെട്ടിക്കുറച്ചത് സ്വകാര്യ ബസ് സർവീസ് ലോബിയെ സഹായിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിർത്തലാക്കിയ 5 സർവീസിൽ ഏറ്റവും അത്യാവശ്യമായ രാവിലെ 3:30-ക്കുള്ളതും രാത്രി 9:00-ക്കുള്ള ബസ്സുകളും അത് ഉൾപ്പെടെയാണ് നിർത്തലാക്കിയത്. കുടിയേറ്റ ജനതയുടെ ചിരകാല അഭിലാഷമായ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ യാഥാർത്ഥ്യമാകാൻ മന്ത്രിതലത്തിൽ നടപടികളുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, വയനാട്.